ഞങ്ങൾ 2024 ഒക്ടോബറിലാണ് ഈ പുതിയ വീട്ടിലേക്ക് വന്നത്. ഒക്ടോബർ അവസാനമാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ നവംബർ ആദ്യമൊക്കെ തന്നെ പ്ലാവ് വാങ്ങിച്ച് വെച്ചായിരുന്നേ. ഈ വർഷം ഇപ്പോൾ ജനുവരി ആയപ്പോഴേക്കും ഒരു കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോഴത്തേക്കും പ്ലാവ് കാച്ചു. ഈ ആദ്യത്തെ ചക്ക ഇട്ടിട്ടുണ്ട്. ആ പാട് കാണുന്ന കേടൊന്നും അല്ല കേട്ടോ. ഞാൻ നേരത്തെ ഒരു കുത്തി നോക്കിയതായിരുന്നു മൂത്തതെന്ന്. അത് വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നി. അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. ഈ വിയറ്റ്നാം എയറിലായിരുന്നു ഇത് ചക്കയുടെ ഉള്ളിൽ ഫുൾ ഇങ്ങനെ കേടായിരുന്നു. ആറ്റെന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായ ചക്ക തന്നെ എങ്ങനെയായിപ്പോയി. ഇപ്പം നല്ല വിഷമം. പക്ഷെ ഞാനത് കഴിച്ചു നോക്കി. കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല കേട്ടോ. ഈ പുറത്തുള്ള ഈ ഡിസൈൻ വന്നേണ സംഭവങ്ങളൊന്നും ചക്കയിലേക്ക് ഏറ്റിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ വിയറ്റ്നാം എയർലി ആയതുകൊണ്ടാണോ അതോ ആദ്യത്തെ ചക്ക ആയതുകൊണ്ടാണോ ഇങ്ങനെ വന്നതെന്ന് അറിയില്ല കേട്ടോ. അടുത്ത ചുളകളും കുറവായിരുന്നു കേട്ടോ. ഇനി പഴുപ്പിക്കാൻ മാറ്റി വെച്ചേക്കുന്നതിന് കയ്പ് വരുമെന്ന് അറിഞ്ഞു. ചക്കയൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത പരിപാടിക്ക് ഇറങ്ങി. ഇതെന്താണെന്നറിയാവോ? അഗസ്തിപ്പൂവിൻ്റെ ചെടിയാട്ടോ. അത് കുറേ നാളിങ്ങനെ നിന്നിട്ട് കായൊന്നും ഉണ്ടായില്ല. പൊങ്ങി പൊങ്ങി ആകാശം മുട്ടി. അപ്പോൾ ഞാനതങ്ങ് വെട്ടിക്കളഞ്ഞ്. എന്നിട്ട് ഞാനവിടെ പച്ചയ്ക്ക് വെട്ടി ഇവിടെ ഉണക്കാനിട്ടായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ ഒരു തോട്ടിയായി. കനമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഒരു സാധനം പറിക്കാനുള്ള പരിപാടിക്കാണ് ഈ ഇറങ്ങുന്നത്. ഞാൻ കോവയ്ക്ക് പറിക്കാൻ എത്തൂലാത്തതുകൊണ്ട് ചെറിയ പൈപ്പിന് മുമ്പിൽ ചെറിയൊരു കമ്പൊക്കെ വെച്ച് കെട്ടി ഒരു ചെറിയ തോട്ടി പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ പൈപ്പിന് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ അത്യാവശ്യം പൊക്കമുള്ള നല്ലൊരു തോട്ടിയായി. ആ പരിപാടിക്ക് പോണതിന് മുമ്പ് എനിക്ക് കുഞ്ഞു ചെറിയതായിട്ട് ചില ഗ്രോബാ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ ഒന്ന് നനച്ചു കൊടുത്തേക്കാം. നല്ല ചൂട്. പ്ലാവ് വെച്ചതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മുരിങ്ങയെ നട്ടുപിടിപ്പിച്ചായിരുന്നേ. ആ മുരിങ്ങയ്ക്കകത്ത് ഇപ്പോൾ മുരിങ്ങാക്കോലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെ പറിക്കണം എന്നുള്ളത് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് എനിക്കിതൊന്നും മുമ്പ് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കാര്യമാണല്ലോ. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ വലിച്ചു ചാടിച്ച് 2-3 എണ്ണം പറിച്ചെടുത്തു. താഴേന്ന് നോക്കുമ്പോൾ ഇത് മൂക്കാത്ത പോലെ തോന്നിയുണ്ടായി. പക്ഷെ പറിച്ചെടുത്തപ്പോൾ ഇത് 2-3 എണ്ണം അത്യാവശ്യം മൂത്ത് തന്നെയായിരുന്നു കേട്ടോ. പറിച്ചെടുക്കാൻ ഇച്ചിരി പാടാണെങ്കിലും ഇതൊക്കെ ഇട്ടിച്ചിട്ട് ചക്കക്കുരു മാങ്ങയും വെക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. മുരിങ്ങാക്കോലൊക്കെ പറിച്ചെടുത്തിട്ട് മുറ്റത്തിൻ്റെ ചുറ്റുപാലിയിലേക്കായിട്ട് കുറച്ച് ചീര നിൽക്കണം കേട്ടോ. അതൊക്കെ പറിച്ചെടുത്തു. ഒരു കൂട്ടാനുണ്ടാക്കാമല്ലോ വൈകിട്ട്. ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോലും വെള്ളിരിക്കയും എല്ലാടെ കൂടിയിട്ട് നല്ല അസലൊരു കറി വെച്ച്. കുറേ നാളായിരുന്നു ചക്കക്കുരു മാങ്ങയും വെച്ചിട്ട്. ആ മുരിങ്ങാക്കോല് പറിച്ചപ്പോൾ കുറച്ച് പൂവുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ പോകുന്നത്. അതും കുറച്ച് ചീരയും മുട്ടയും കൂടെ ചേർത്തിട്ട് ഒലത്തും നമ്മുടെ ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോലും കൂട്ടിയിട്ട് നല്ല അസലൊരു ഊണായിരുന്നേ.